لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണോ, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് 3 നിലപാടുകാരുണ്ടാവും. ചിലർ ആ സമയത്ത് ചെയ്യില്ല, ചിലർ ലേറ്റർ അടിക്കും, നീട്ടിവെക്കും, അല്ലെങ്കിൽ ഉടൻ ചെയ്യും. ഇതുപോലെയാണ് മനുഷ്യനും. അവന് നിരന്തരമുള്ള മാറ്റത്തിന് 3 നിലപാടുകൾ സ്വീകരിക്കും. ചില ആളുകൾ എന്ത് കേട്ടാലും മാറില്ല. അവരാ കേൾക്കുന്നതൊക്കെ ആചാരമായിട്ടെടുക്കും. അതിന് പോയാലും ഖുതുബക്ക് പോയാലും യൂട്യൂബിൽ കേട്ടാലും അതൊക്കെ നമ്മൾ ദീന് പഠിക്കാൻ വേണ്ടി കേൾക്കുകയാണ്. അങ്ങനെ മുഴുവനൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് മാറാതിരിക്കും. ചില ആളുകൾ മാറണമെന്ന് ആഗ്രഹിക്കുകയും മാറ്റത്തെ നീട്ടിവെക്കുകയും ചെയ്യും. 3ാമത്തെ ആളുകൾ അത് കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തൗഫീഖിനെ ചോദിക്കുകയും ജീവിതത്തിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മൾ ഇതിൽ ഏതാണ് എന്നാണ്. പിശാചിനൊരിക്കലും, മുഖ്യശത്രുവായ പിശാചിനൊരിക്കലും അപ്ഡേഷൻ ഇഷ്ടമില്ല. പരലോകത്തേക്കുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു മാറ്റത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന നന്മയെ എടുത്തു കാണിക്കുകയും ഞാനെന്ത് തെറ്റാ ചെയ്യുന്നത്, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു വികാരത്തിലേക്കും വരികയാണ് ചെയ്യുക. എനിക്ക് സ്വഭാവമില്ല, ഞാൻ പലിശക്കെടുത്തിട്ടില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ കള്ളുകൂടിയനല്ല. പക്ഷേ നമസ്കാരത്തിൽ കൃത്യമായി നിർവഹിക്കാത്തവനും ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കാത്തവനും പങ്കെടുത്താൽ തന്നെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നമസ്കാരത്തെ പാഴാക്കുന്നവനുമൊക്കെ ആയിരിക്കും. അതേപോലെ ചില ഏഷണികളും പരദൂഷണങ്ങളും ഒക്കെ നാവിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു സുഖത്തിൽ അത് വീണ്ടും വീണ്ടും പറയുന്നവളുമൊക്കെ ആയിരിക്കും. അതൊക്കെ ചെറിയ കാര്യമായിട്ട് വിജയിക്കും. തിന്മയുടെ ഗൗരവം കുറച്ച് കാണിക്കുന്നൊരവസ്ഥ മനുഷ്യനുണ്ടാവും. ഇതൊക്കെ അപ്ഡേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് പിശാചിട്ട് തരുന്ന ചിന്തകളാണിതൊക്കെ. കടം വാങ്ങുന്ന ആൾ
കടം വാങ്ങിയ കണക്ക് അയാളുടെ കയ്യിലുണ്ടായിരിക്കില്ല. പക്ഷെ കടം കിട്ടാനുള്ള വരുമാനത്തെക്കുറിച്ച് ആലോചിക്കുകയും അത് കുറേയുണ്ട് എന്ന് വിചാരിക്കുകയും കടം കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്ത് അവസാനം ഒരു പൊട്ടിപ്പൊളിയുന്ന ഒരവസ്ഥയുണ്ട്. കടം നോക്കുമ്പോൾ വലിയ എമൗണ്ട് ആയിട്ടുണ്ടാവും, എന്നാൽ അത് വീട്ടാനുള്ള വരുമാനം വളരെ കുറവായിരിക്കും. ഇതേപോലെ തന്നെയാണ് നന്മയുടെ അളവ് എത്ര കൂടിയാലും അത് പിശാച് കണ്ണിൽ കാണിച്ചു തരില്ല. നന്മയുടെ അളവ് എത്ര കുറഞ്ഞാലും അത് കൂടിയതായി കാണിച്ചു തരികയും തിന്മയുടെ അളവ് എത്ര കൂടിയാലും അത് കുറഞ്ഞതായി കാണിച്ചു തരികയും ചെയ്യും എന്നുള്ളത് പിശാചിൻ്റെ ഒരു ചര്യയാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളെ പിശാച് ഭംഗിയാക്കി കാണിക്കുകയും അങ്ങനെ ശരിയായ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്തു. അവർ കണ്ടറിയുന്നവരായിരുന്നു താനും, പക്ഷേ അവരത് ചെയ്തില്ല. മനസ്സിലുണ്ട്, എനിക്ക് കുറേ തിന്മ സംഭവിക്കുന്നുണ്ട്, ചെറുതും വലുതുമായ കുറേ തിന്മ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന നന്മകളൊക്കെ പാഴായി പോകുന്നുണ്ടോ എന്നറിയില്ല എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും മാറുക എന്ന ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്റ്റക്കാകുന്ന, അവിടെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. നമ്മളെല്ലാം കംഫർട്ട് സോണിലാണ്, സുരക്ഷിത മേഖലയിലാണ്, ഈമാനിൽ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സ്വർഗത്തിൻ്റെ വഴിയിൽ പൂർണ്ണമായി പ്രവേശിച്ചുവോ, ഇനി അപ്ഡേഷൻ, ഒരു തിരുത്ത ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കേണ്ടതാണ്. ഇത് തിന്മകളെ നിസ്സാരവൽക്കരിക്കാനും നന്മകൾക്ക് പുറംതിരിഞ്ഞു നിൽക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കും. ഇനി മാറേണ്ടതില്ല, ഇതേപോലെ പോയാൽ മതി എന്ന് ചിന്തിക്കും. തിന്മകൾ മനുഷ്യന് വരുത്തുന്ന മാറ്റങ്ങൾ വലുതാണ്. തിന്മകൾ പരിക്കേൽപ്പിക്കുന്നത് മനസ്സിനെയാണ്. ഇതാ അദ്നബലാബുദ് നുക്ത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ ഫഇന്ന താബ വറജാ വസലഖത്. ഒരടിമ തെറ്റ് ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. അവൻ അതിൽ നിന്ന് മടങ്ങുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു കറുത്ത പുള്ളിയുടെ അളവ് കുറയുകയും അത് മങ്ങുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വഇല്ലം യത്ബഅൽമത്, പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും, ആ തിന്മ അവിടെ നിൽക്കും. എന്താ തെളിവ്? കല്ലാബൽ റഹന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അങ്ങനെ വേണ്ട, അവർ പ്രവർത്തിച്ചത് നിമിത്തം അവരുടെ ഹൃദയത്തിൽ കറ വീണിട്ടുണ്ട്. ഒരു കറ വീഴും എന്ത് ചെയ്താലും, ഏഷണി പറഞ്ഞാലും പരദൂഷണം പറഞ്ഞാലും ലോട്ടറിക്കെടുത്താലും മദ്യപാനം നിർവഹിച്ചാലും വ്യഭിചാരത്തിന് നോട്ടം നോക്കിയാലും വ്യഭിചാരത്തിന് വേണ്ടി ആഗ്രഹിച്ചാലും പലിശക്കെടുത്താലും പലിശയുടെ പേപ്പറിൽ ഒപ്പിട്ടാലും ആ സമയത്തൊക്കെ മനസ്സിലൊരു കറുത്ത പുള്ളി ഇങ്ങനെ വീഴുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിലേക്ക് നോക്കുക, പാപത്തിൻ്റെ കരകൾ മായ്ക്കപ്പെടാതെ കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിന്മകൾ കടന്നു വരുന്ന വഴിയെ നമുക്കറിയണം. തിന്മകൾ കടന്നു വരുന്ന വഴികളെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. മിക്ക പാപങ്ങളും കടന്നു വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിസ്സാരമായി കാണുകയും ഉപദേശം നൽകുന്ന ആളുകളോട് പുച്ഛം കാണിക്കുകയും ചെയ്യുക എന്നത് അഹങ്കാരമാണ്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയേയില്ല. മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ, അഹങ്കാരത്തിന്റെ അണുമണി തൂക്കം മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താ അഹങ്കാരം? അൽ കിബ്ർ ബത്തറുൽ ഹഖ് വഗംതുൻ നാസ്, ജനങ്ങളെ ചെറുതായി കാണുന്നവൻ, സത്യത്തെ നിരാകരിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യയെയും നിഷേധിക്കുന്നവൻ അഹങ്കാരിയാണ്. കാരണം ഏറ്റവും വലിയ സത്യത്തെയാണ് അവൻ നിരാകരിക്കുന്നത്. അള്ളാഹുവിനേക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സ്വന്തത്തിനും സ്വന്തത്തിൻ്റെ ഇച്ഛകൾക്കും വില നൽകുമ്പോൾ അവൻ അഹങ്കാരിയായി മാറുന്നു. ജനങ്ങളെ പുച്ഛിക്കുന്നവൻ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളായ സ്ഥാനം, മാനം, ധനം, വളർച്ച ഇവയിൽ അഭിമാനിച്ച് മറ്റുള്ളവരെ ചെറുതായി കാണുന്നവൻ അഹങ്കാരിയാണ്. അവർക്ക് ലഭിച്ചതൊന്നും അവർ നേടിയതല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നതാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഏത് നിമിഷവും ഏത് അനുഗ്രഹത്തെയും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന വിനയത്തിൻ്റെ ഭാഷ്യം നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം. അതാണ് അഹങ്കാരത്തിനുള്ള മരുന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞു, ഇടത് കൈ കൊണ്ട് തിന്നാൽ ഭക്ഷിക്കല്ല, വലത് കൈ കൊണ്ട് കഴിക്ക് എന്ന് പറഞ്ഞയാൾ പറഞ്ഞു, ഞാൻ വലത് കൈ കൊണ്ട് കഴിക്കില്ലെന്ന് പറഞ്ഞു.
അയാളുടെ അഹങ്കാരത്തിൻ്റെ ശിക്ഷ അള്ളാഹു കൊടുത്തു. അയാൾക്ക് പിന്നെ ഒരിക്കലും വലത് കൈ കൊണ്ട് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളായിട്ട് അയാൾ മാറി. അഹങ്കാരിക്ക് കിട്ടിയ ശിക്ഷയാണ്. ഈ വിനയമാണ് അഹങ്കാരത്തെ കെടുത്തിക്കളയാനുള്ള ഏറ്റവും വലിയ വഴി. വിനയമുള്ളവരാകണം നമ്മൾ ഓരോരുത്തരും, അഹങ്കാരികളാവരുത്. മിക്ക പുണ്യങ്ങളും ഉടലെടുക്കുന്നത് വിനയത്തിൽ നിന്നാണ്. വല തബാലഅഹദുല്ലില്ല ഇല്ലാ റഫഅഹു. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവന് ഉയർച്ചയല്ലാതെ നേടാനില്ല. ഏതൊരു കാര്യത്തിലും വിനയം നിലനിർത്തുന്നുവോ അതിൽ ഉയർച്ചയുണ്ടായിരിക്കും. ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഒരു കസ്റ്റമറോട് പെരുമാറുന്ന ആളാണെങ്കിലും, ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ആളാണെങ്കിലും, വീട്ടിൽ പെരുമാറുന്നവനാണെങ്കിലും, നാട്ടിൽ പെരുമാറുന്നവനാണെങ്കിലും, ഏത് ജോലിയിൽ വ്യാപൃതനാകുന്ന ആളാണെങ്കിലും, അഹങ്കാരമുണ്ടോ അവന് താഴ്ചയുണ്ട്, വിനയമുണ്ടോ അവന് ഉയർച്ചയുണ്ട്. അത് പറഞ്ഞതാരാ? ഒരിക്കലും കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഉയർച്ചയുണ്ടാവാൻ വിനയം നിലനിർത്തുകയും അഹങ്കാരം ഒഴിവാക്കുകയും ചെയ്യണം. മുഅ്മിനീങ്ങളോടൊക്കെ, എല്ലാ മുഅ്മിനീങ്ങളോടും അവരോട് കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് താഴ്ത്തിക്കൊടുക്കാനും സൗമ്യമായി പെരുമാറാനും ഖുർആൻ പറഞ്ഞ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വിശ്വാസികളായ ആളുകളോട് ചിറക് താഴ്ത്തി നൽകാൻ കൽപ്പിക്കുന്നു. അവരോട് സൗമ്യമായി പെരുമാറണം. വിനയപ്പെടാൻ എന്തൊക്കെ ഒഴിവാക്കണം? ഒന്നാമത്തേത് വലാ തുസഗ്ഗിർ ഖദ്ദക ലിന്നാസ്. നീ മനുഷ്യരോട് നിന്റെ കവിൾ കോട്ടരുത്, മുഖം തിരിക്കരുത്. അവൻ ചെറിയവനാണ്, അവൻ ഇന്നയാളാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവനെ താഴ്ത്തിക്കെട്ടി ഒരാളെയും താഴ്ത്തിക്കെട്ടേണ്ട. ഒരാൾ പുറത്തിറങ്ങിയാൽ അയാൾ തന്നെക്കാൾ ഉയർന്നവരാണ് മറ്റുള്ളവരെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരാളിൽ വിനയം പ്രത്യക്ഷപ്പെടുക. വലാത്തം ഷിഫില്ലർദി മർഹ. ഭൂമിയിൽ കൂടി അഹന്തയോടുകൂടി അഹങ്കാരത്തോടുകൂടി നടക്കരുത്, ഗർവോടുകൂടി നടക്കാൻ പാടില്ല. ഒന്ന് കുനിഞ്ഞ്, ഒന്ന് വിനയത്തോടുകൂടി പതുക്കെ പാദം വെച്ച്, പതുക്കെ കാലടികൾ വെച്ച് നടന്നു പോവുക എന്നത് ശരീരത്തിന്റെ വിനയമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനിയായ എല്ലാ അഹങ്കാരിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? വഖ്സിദ് ഫീ മശീഖ്. നിന്റെ നടത്തത്തിൽ നീ കരുതിക്കൊള്ളുക, മിതത്വം പാലിക്കുക. വഗ്ളുദ് മിൻ സൗതിക. നിന്റെ ശബ്ദത്തിൽ നീ അല്പം ഒന്ന് താഴ്ത്തുകയും ചെയ്യുക, ഒന്ന് താഴ്ത്തി സംസാരിക്കുക. അഹങ്കാരം വന്ന ഒരാൾ സംസാരിക്കുന്നതും വിനയമുള്ള ഒരാൾ സംസാരിക്കുന്നതും ശബ്ദത്തിൻ്റെ വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരാൾ എങ്ങനെയാണ് വിനയം പരിശീലിക്കേണ്ടത്? വിനയം പരിശീലിക്കാനുള്ള ഏറ്റവും വലിയ ഇടം അത് മാതാപിതാക്കളുടെ അടുത്താണ്. മാതാപിതാക്കളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ വിനയം വേണ്ടത്. അവിടെ നിന്ന് പരിശീലിച്ച ആ വിനയം നമ്മൾ പുറത്തിറങ്ങിയ അന്യരോടും ആ വിനയം കാണിക്കുകയാണെങ്കിൽ നമ്മൾ അഹങ്കാരമില്ലാത്തവരും വിനയമുള്ളവരുമാകും. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഇഹ്സാൻ നിറഞ്ഞതായിരിക്കണം. എന്താ ഇഹ്സാൻ? അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു വിചാരം. അള്ളാഹു തആലയെ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മളെ അള്ളാഹു കാണുന്നുണ്ട് എന്ന വികാരത്തോടുകൂടി ആ വികാര നിർഭരമായി അള്ളാഹുവിൻ്റെ മുന്നിൽ ജീവിക്കുന്നവനാണ്. എന്നെ ആ തിരുനോട്ടം ഏതു സമയത്തും എന്നെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയിൽ ജീവിക്കുക. അതാണ് ഇഹ്സാൻ. ആ ഇഹ്സാൻ ആരോട് കാണിക്കണം? മാതാപിതാക്കളോട് പെരുമാറുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു രക്ഷിക്കുന്നവനാണ് എന്നുള്ള വിചാരം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ടിനെ അവഗണിക്കുകയും അങ്ങോട്ട് ഗുണം ചെയ്യുകയും ചെയ്യുക. ഇങ്ങോട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടിനെ മറികടന്ന് അങ്ങോട്ട് നന്മ ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്നതിൻ്റെ മറ്റൊരർത്ഥം. അതാണ്. ഇത് നാട്ടുകാരോടും വീട്ടുകാരോടും ഉണ്ടായാൽ അഹങ്കാരം ഇല്ലാതായി പോകും. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ ഔ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ.
അവരിൽ മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടുപേരെ തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ നീ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്. ഒരാളോടും പറയാൻ പാടില്ല. ഛേ എന്ന വാക്ക് ഒരാളോടും പറയാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് വിനയമാണ്. നീ അവരോട് കയർക്കരുത്. അഹങ്കാരി മാത്രമേ കയർക്കുകയുള്ളൂ. അത് നാട്ടുകാരോടായാലും വീട്ടുകാരോടായാലും കൂട്ടുകാരോടായാലും സഹപാഠിയായാലും സഹതൊഴിലാളിയോടാണെങ്കിലും പാർട്ട്ണറോടാണെങ്കിലും കയർക്കുന്നതാരാം? അവൻ അഹങ്കാരിയാണ്. പരുഷമായ ഒരു വാക്ക് പറയുക പോലും ചെയ്യരുത്. ഇതാരോടും ചെയ്യാതിരുന്നാൽ നമ്മൾ വിനയമുള്ളവരായി. പരുഷമായി പെരുമാറരുത്. അഹങ്കാരവും മൗഢ്യവുമാണ് പരുഷമായി പെരുമാറുന്നതിൻ്റെ അടിസ്ഥാനം. ഖൗലൻ കരീമാ, അവരോട് മാന്യമായ വാക്ക് പറയണം. സൗമ്യത വരുത്തി തേച്ചുമിനിക്ക് ഒരിക്കലും അഹങ്കാരമില്ല. വിനയം കൊണ്ട് തിളക്കമുള്ള വാക്കുകൾ നമ്മൾ മറ്റുള്ളവരോട് പറയുക. ഒരു അടിമ ആ ഉടമസ്ഥനോട് സംസാരിക്കുന്നത് പോലെ, ക്രൂരനായ ഒരു ഉടമസ്ഥന്റെ അടുത്ത് തെറ്റു ചെയ്ത ഒരടിമ എങ്ങനെ സംസാരിക്കുന്നുവോ ആ സംസാരത്തിന്റെ ശൈലി ഉപയോഗിക്കണം എല്ലാവരോടും. അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. അവൻ അല്ലാഹു എന്ത് ചെയ്യും? ഉയർത്തുകയാണ് ചെയ്യുക. കാരുണ്യത്തോടുള്ള എളിമയുടെ ചിറക് താഴ്ത്തി കൊടുക്കുക. ആർക്ക്? മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ സൗമ്യതയുടെ ആ ഒരു സ്നേഹത്തിന്റെ ചിറക് താഴ്ത്തി കൊടുത്ത് ആ ചിറകിനു കീഴിൽ നിൽക്കണം മാതാപിതാക്കൾ. അതുപോലെ ആയിരിക്കണം എല്ലാ മുഅ്മിനീങ്ങളോടും എല്ലാ മുസ്ലിമീങ്ങളോടും. അപ്പോൾ നമുക്ക് വിനയമുണ്ടാവും. റബ്ബേ, അവർ രണ്ടാളും എന്നെ ചെറുപ്പത്തിൽ പരിപാലിച്ചു വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. തന്ന നന്മകൾക്ക് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കലാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരോടും ഇതുപോലെ പെരുമാറിയാൽ നമുക്ക് വിനയമുണ്ടാകും. മറ്റുള്ളവരോട് ഇഹ്സാനോടുകൂടി പെരുമാറണം. മറ്റുള്ളവരോട് ഛേ എന്ന് പറയരുത്. കയർത്ത് സംസാരിക്കരുത്. മാന്യമായ വാക്ക് പറയണം. കാരുണ്യത്തിന്റെ ചിറക് മുഅ്മിനീങ്ങൾക്ക് താഴ്ത്തി കൊടുക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങൾ ചെയ്താൽ അഹങ്കാരത്തിൽ നിന്നും വിനയത്തിലേക്കുള്ള ദൂരം വളരെ കുറവായിരിക്കും. അഹങ്കാരത്തിന്റെ മുഴുവൻ നിരാകരിക്കുകയും വിനയത്തിന്റെ എല്ലാ സ്വഭാവങ്ങളെയും സ്വീകരിക്കുകയും വേണം. ഇതിന് ആ സ്വഭാവങ്ങൾക്കുള്ള കാരണങ്ങളെ ഇല്ലാതാക്കുകയും അതിലൂടെ വന്ന ലക്ഷണങ്ങളെ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യണം. വിനയം ലഭിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമത്തേത് അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുക. അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ എന്ത് ലഭിക്കും? ആയത്തിൽ പറയുന്നത് ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും. അള്ളാഹുവിനെയും റസൂലിനെയും ഇഞ്ചോടിഞ്ച് അനുകരിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യുന്നവർക്ക് വിനയമേ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരിക്കലും അഹങ്കരിക്കാനുള്ള ഒരു ചാൻസും ഒരു മാതൃകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നില്ല, ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നിന്നില്ല. രണ്ടാമത്തത് മറ്റുള്ളവരെ ബഹുമാനിക്കുക. എല്ലാവരും ത്യാഗം ചെയ്യുന്നവരാണ്. ത്യാഗം ചെയ്യാത്തവരാരുമില്ല. ഭാര്യ വിചാരിക്കണം ഭർത്താവ് ത്യാഗിയാണെന്ന്, ഭർത്താവ് വിചാരിക്കണം ഭാര്യ ത്യാഗിയാണെന്ന്, മക്കൾ വിചാരിക്കണം മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നുണ്ട്, മാതാപിതാക്കൾ വിചാരിക്കണം മക്കൾ അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലും അവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലും അവരുടേതായ ഭാഗധേയം നിർവഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ കീഴിലുള്ളവരെ കുറിച്ച് മേലെയുള്ളവൻ വിചാരിക്കണം അവനുണ്ടായത് കൊണ്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്, അവനുണ്ടായത് കൊണ്ടാണ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞാൻ അധ്വാനിക്കുന്നതിനേക്കാൾ എൻ്റെ തൊഴിലാളികൾ അധ്വാനിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരു മുതലാളിക്ക് എങ്ങനെയാണ് കീഴിലുള്ളവരെ ബഹുമാനിക്കാതിരിക്കാൻ സാധിക്കുക? മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കുക. കാരണം വിനയത്തിൻ്റെ ലക്ഷണമാണത്. അഹങ്കാരിക്ക് മറ്റുള്ളവരുടെ കഴിവ് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അവൻ എന്തെങ്കിലും ഒരു ലൂപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ വിമർശിക്കാനേ അഹങ്കാരിക്ക് കഴിയുകയുള്ളൂ. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ കഴിവിനെ പുച്ഛിക്കുകയും അവരുടെ കഴിവുകളിനെ എടുത്തു പറയുകയും ചെയ്യുകയാണ് മിക്കവാറും അഹങ്കാരികൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സഹാബിയുടെയും കഴിവ് കണ്ടെത്തി അവ അംഗീകരിച്ച് വളരെയധികം ശ്രദ്ധിച്ച് അവർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തത് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുക. തെറ്റ് വന്നാൽ തെറ്റാണ്, എൻ്റെ അടുത്ത് പറ്റി, ഞാനും മനുഷ്യനാണല്ലോ, ഞാൻ തിരുത്തുക തന്നെ ചെയ്യും, ഇനി തിരുത്തി മുന്നോട്ട് പോകും. ഇതാണ് വിനയത്തിൻ്റെ ലക്ഷണം.
തെറ്റു വന്നാൽ അതിനമിതമായി ന്യായീകരിക്കുകയും ആ തെറ്റെടുത്തു പറഞ്ഞവനോട് കാലാകാലം ശത്രുതയിൽ ജീവിക്കുകയും ചെയ്താൽ അവൻ അഹങ്കാരിയാണ്, ഒരിക്കലും വിനയത്തിൻ്റെ ആളല്ല. തൗബക്കുള്ള നിബന്ധനയിൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കലും തെറ്റിലേക്ക് തിരിച്ചു പോകാതിരിക്കലും തൗബയുടെ നിബന്ധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ വിനയം വേണം. വിനയമുള്ളവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ സ്വന്തം ഒരു തെറ്റു വന്നാൽ ന്യായീകരിക്കുകയും മറ്റുള്ളവരുടെ അടുത്ത് തെറ്റു വന്നാൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം യഥാർത്ഥത്തിൽ അത് മോശപ്പെട്ട കാര്യമാണ്. മദ്യം നിരോധിച്ചായത്തിറങ്ങിയപ്പോൾ ധാരാളം ബാരലുകളായി മദ്യം എടുത്തു വെച്ചത് മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ സഹാബത്തിൻ്റെ മാതൃകയുണ്ട്. അതേപോലെ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ അഥവാ മാറിടത്തിലൂടെ മക്കളെ താഴ്ത്തിയിടണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുള്ള തുണിക്കഷ്ണങ്ങളൊക്കെ എടുത്ത് അത് തുന്നി മാറിടം മറച്ച സഹാബ വനിതകളുടെ ചരിത്രമുണ്ട്. തെറ്റവർ ആ നിമിഷം തിരുത്തിയിരുന്നു. നമ്മളോ നമ്മൾ ആലോചിക്കണം. നന്ദിയുള്ളവരാവുക എന്നത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. വിനയത്തിൻ്റെ ലക്ഷണവും നന്ദികേട് അഹങ്കാരത്തിൻ്റെ ലക്ഷണവുമാണ്. ആ ലക്ഷണങ്ങളെ തിരിച്ചറിയണം. 40 വയസ്സാകുമ്പോൾ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആനിൽ പറയുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹ്. എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. 40 വയസ്സായ ഒരാൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കാരണം 40 വയസ്സാകുമ്പോൾ അവന് മക്കളുണ്ടാവും. അവൻ്റെ മക്കളിൽ നിന്നും അവന് ഉപദ്രവമുണ്ടാകുമ്പോൾ, വിഷമമുള്ള കാര്യമുണ്ടാകുമ്പോൾ അവന് മനസ്സിലാകും മാതാവിൻ്റെ വേദന എന്താണ്, പിതാവിൻ്റെ വേദന എന്താണെന്ന് അവന് മനസ്സിലാകും. അപ്പോഴാണ് അവൻ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വരികയും അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുകയും ചെയ്യുക. രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. നീ തൃപ്തിപ്പെടുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്യാനുള്ള പ്രചോദനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണം. ഇന്നീ തുബ്തു ഇലൈക വഇന്നീ മിനൽ മുസ്ലിമീൻ. എന്ത് ചെയ്യണം? തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് എന്ന് 40 വയസ്സുള്ളവൻ പ്രാർത്ഥിക്കുമെന്നാണ്. താരതമ്യം ഒഴിവാക്കുക. ഒരാളും ഒരാളോടും കിടപിടിക്കുന്നവരല്ല. എനിക്ക് അവൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചതുകൊണ്ട്, തീരുമാനിച്ചതുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലുറക്കണം. എല്ലാവർക്കും ധനം, സ്ഥാനം, മാനം, ഉദ്യോഗം, ജോലി ഇതൊന്നും എല്ലാവർക്കും ഒരേപോലെയല്ല അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത്. മാ സാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തിയതായിട്ടല്ലാതെ. തീർച്ചയായും അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാകുന്നു. ഒരാളെ വലുതായി കാണാനോ ഒരാളെ ചെറുതായി കാണാനോ അല്ല പഠിപ്പിക്കുന്നത്. മറിച്ച് ഓരോരുത്തർക്കും ഓരോ ഇടമുണ്ട്. ആ ഇടത്തിൽ അവരെത്തും, അവിടെ അവരുണ്ടായിരിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നത് വിനയത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. മനസ്സിൻ്റെ ശാന്തത അത് വിനയത്തിന് ധൈര്യം പകരും. നമ്മൾ നിസ്സാരന്മാരാണെന്ന് തിരിച്ചറിയും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയുക, ബിദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന് ശാന്തി കിട്ടുന്ന കാര്യമാണ്. മനസ്സ് ശാന്തമായാൽ വിനയത്തിൻ്റെ സ്വഭാവം നമ്മളിൽ വരികയും മനസ്സ് ശാന്തമല്ലെങ്കിൽ അഹങ്കാരത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് വിനയത്തിൻ്റെ
വിനയത്തിൻ്റെ ജീവിതത്തിലെ ഉദാഹരണങ്ങളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അഹങ്കാരത്തിൻ്റെ ഒരു തരിമ്പും മനസ്സിലോ ജീവിതത്തിലോ നടത്തത്തിലോ സംസാരത്തിലോ ഭാഷയിലോ ശബ്ദത്തിലോ ഉണ്ടാകാതിരിക്കുക എന്നത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടാൻ അനിവാര്യമായ കാര്യമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനിവാര്യമായ കാര്യമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളായിട്ട് മാറുക. അത്തരം ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വിനയത്തെ നമ്മൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞു വന്നത്. വിനയം വർദ്ധിക്കാൻ വേണ്ടത് എന്തൊക്കെയാണ്? മറ്റുള്ളവരെ കേൾക്കണം. അത് ഏറ്റവും പ്രധാനമാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മാതാവാണെങ്കിലും പിതാവാണെങ്കിലും മക്കളാണെങ്കിലും അവരെന്താണ് പറയുന്നത് എന്ന് ചെവി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കേൾക്കാനുള്ള മനസ്സ് വലിയ വിനയത്തിൻ്റെ വിശാലമായ മനസ്സാണ്. ആ ഹൃദയത്തിൻ്റെ വിശാലതയുടെ പ്രതീകമാണ് കേൾക്കുക എന്നത്. മുഴുവൻ കേൾക്കുക എന്നത് പറയുന്നവരെ പരിഗണിക്കുകയും അവരെ വലുതായി കാണലുമാണ്. മുഴുവൻ കേൾക്കാതിരിക്കുക, പകുതി പറയുമ്പോഴേക്കും മറുപടി പറയുക എന്നത് അവരെ ചെറുതായി കാണലും അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. കേൾക്കാൻ കൂട്ടാക്കാത്ത ആൾ അഹങ്കാരിയും വിഡ്ഢിയുമാണ്. കാരണം അയാൾക്ക് മറ്റേയാൾ പറയുന്ന വിഷയത്തിലെ മുഴുവൻ അറിവും ശേഖരിക്കാൻ സാധിക്കുമോ? അയാളുടെ ഉള്ളിലെ മുഴുവൻ വിഷയങ്ങളും അറിയാൻ സാധിക്കുമോ? ഇല്ല. കേൾവി എന്നത് മാനസിക പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാനുള്ള നല്ല ഒരു ഉപാധിയാണ്. കൂട്ടുകാരെ കേൾക്കുമ്പോൾ, വീട്ടുകാരെ കേൾക്കുമ്പോൾ, തൻ്റെ സഹപ്രവർത്തകരെ കേൾക്കുമ്പോൾ അത് വലിയ മാറ്റമാണ് നമ്മളോട് അയാൾക്കുള്ള സ്നേഹത്തിൽ വരുത്തുകയെന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരെ പ്രശംസിക്കാൻ വിനയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരാളെ അംഗീകരിക്കുകയാണല്ലോ മറ്റുള്ളവരെ പ്രശംസിക്കുന്നത് വഴി ലഭിക്കുന്നത്. ഉള്ളത് മുഖത്തു നോക്കി പറയുന്ന ആളുകളുണ്ട്, പക്ഷേ ഉള്ളത് മുഖത്തു നോക്കി പറയുന്നവർ മിക്കവാറും വിമർശനങ്ങളാണ് മുഖത്തു നോക്കി പറയുക. ഞാനുള്ളത് മുഖത്തു നോക്കി പറയുമെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അഹങ്കാരിയാണ്. അയാൾ മറ്റേയാളുടെ ദോഷമാണ് എടുത്തു പറയുക. ഉള്ളത് മുഖത്ത് നോക്കി പറയണം. അതെന്താണ് പറയേണ്ടത്? അയാളിലുള്ള നന്മയെ എടുത്തു പറയണം, നന്മയെ മുഖത്ത് നോക്കി പറയണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. തിന്മയെ സൂചിപ്പിക്കണം. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ നന്നായിരുന്നു എന്ന് സൂചിപ്പിക്കുക. ഇതാണ് വിനയത്തിൻ്റെ ഭാഷ്യം. ആ ഭാഷ്യത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. വിട്ടുകൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. തെറ്റുകൾക്ക് 100 കൂട്ട് സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഓരോ തെറ്റിൻ്റെ പിന്നിലും ഉണ്ടായിരിക്കും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വിട്ടുകൊടുക്കാൻ പ്രേരിപ്പിക്കും. വിട്ടുകൊടുക്കുന്നത് വിനയവും, വിട്ടുകൊടുക്കാതെ അതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറയുന്നത് അഹങ്കാരികളാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ല, അങ്ങനെയല്ല. അയാളുടെ കൂടെ നിന്ന് ആ തെറ്റിനെ തിരുത്താൻ അയാളെ സഹായിക്കുകയും ആ തെറ്റിൻ്റെ ഒരു കുഴിയിൽ അയാൾ ചാടിയിട്ടുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് വിനയത്തിൻ്റെ മാർഗം. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് പ്രധാനമാണ്. അഹങ്കാരിക്കൊരിക്കലും അയാളെ സഹായിക്കാൻ സാധിക്കുകയില്ല. ഞാനെന്തിനാ അയാളെ സഹായിക്കണം? എനിക്കെന്താണ് അതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അഹങ്കാരമാണ്. മറിച്ച് എന്തിന് അയാളെ സഹായിക്കണം? അയാളെ സഹായിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് സഹായം കിട്ടാനുള്ള വഴിയാണ് വേറെ ഒരാളെ സഹായിക്കുക എന്നത്. അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. ഇങ്ങനെ ബുദ്ധിയുള്ള ആളുകളായാൽ അഹങ്കാരികളാകാതിരിക്കാനും വിനയമുള്ളവരായിരിക്കാനും നമുക്ക് സാധിക്കും. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മിസ്കാല ദർറത്ത് കിബർ അഥവാ അണുമണി തൂക്കം അഹങ്കാരം മനസ്സിലില്ലാത്ത ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമ്മൾക്കും അല്ലാഹു തആല പൊറുത്തു തരുമാറാകട്ടെ. കുടുംബത്തോടെ കൂട്ടത്തോടെ സ്വർഗത്തിൽ പോകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാൻ